കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വൻ തരംഗമായി മാറിയ കൊറിയൻ ഭക്ഷണരീതികൾ ശരിക്കും ആരോഗ്യകരമാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘു അവലോകനമാണിത്. കെ-പോപ്പ്, കെ-ഡ്രാമ എന്നിവയുടെ സ്വാധീനം കാരണം നമ്മളിപ്പോൾ ചോപ്സ്റ്റിക്സ് ഒക്കെ വെച്ച് കൊറിയൻ വിഭവങ്ങൾ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ? പക്ഷെ ഇതെല്ലാം ശരിക്കും ശരീരത്തിന് നല്ലതാണോ? അതോ വെറുമൊരു ഫാസ്റ്റ് ഫുഡ് കെണിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, യഥാർത്ഥ കൊറിയൻ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. കാരണം എണ്ണയിൽ വറുക്കുന്നതിന് പകരം ആവിയിൽ വേവിച്ചതും പുളിപ്പിച്ചതുമായ വിഭവങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഉദാഹരണത്തിന് കാബേജ് പുളിപ്പിച്ചുണ്ടാക്കുന്ന കിംജി, അതുപോലെ പച്ചക്കറികളും മുട്ടയും ചേർന്ന ബിബിംബാപ്പൊക്കെ ചർമ്മത്തിനും കുടലിനും അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ ഇഡ്ലിയും ദോശയും വയറിന് സുഖം നൽകുന്നതുപോലെ തന്നെയാണ് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഈ കിംജിയും പ്രവർത്തിക്കുന്നത്. രണ്ടാമതായി, സോഷ്യൽ മീഡിയയിൽ വൈറലായ സ്പൈസി നൂഡിൽസ് ചലഞ്ച് വഴി നമ്മൾ കഴിക്കുന്ന കടുത്ത എരിവുള്ള പാക്കറ്റ് നൂഡിൽസുകളുടെ കാര്യമെടുക്കാം. ഉയർന്ന അളവിൽ പ്രോസസ് ചെയ്ത ഇത്തരം ഇൻസ്റ്റന്റ് ഫുഡുകൾ ശരീരത്തിന് ഒട്ടും ഗുണകരമല്ല. എരിവിനോടുള്ള നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക ഇഷ്ടം കാരണം നമ്മൾ ഈ അനാരോഗ്യകരമായ പാക്കറ്റ് ഫുഡുകളിലേക്ക് അന്ധമായി ആകർഷിക്കപ്പെടുവാണോ എന്ന് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി, ഈ ട്രെൻഡുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. BTS, ബ്ലാക്ക്പിങ്ക് തുടങ്ങിയ ബാൻഡുകളെ ഇഷ്ടമാണെന്ന് കരുതി സൂപ്പർമാർക്കറ്റിൽ കിട്ടുന്ന കൊറിയൻ ഇൻസ്റ്റന്റ് പാക്കറ്റുകളെല്ലാം വാരിവലിച്ചു കഴിക്കുന്നത് മണ്ടത്തരമാണ്. അതിന് പകരം ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തിയ യഥാർത്ഥ കൊറിയൻ വിഭവങ്ങൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കൊറിയൻ വിഭവങ്ങളിലെ പുളിപ്പിച്ചതും ആവിയിൽ വേവിച്ചതുമായ ഭക്ഷണങ്ങൾ ശരിക്കും കിടിലനാണെങ്കിലും ആ ഇൻസ്റ്റന്റ് സ്പൈസി നൂഡിൽസുകൾ മറ്റൊരു ഫാസ്റ്റ് ഫുഡ് കെണി മാത്രമാണെന്ന് എപ്പോഴും ഓർക്കുക.